Good afternoon, all. Good afternoon. Okay, good afternoon. Can you see the voice on camera? Voice on camera. Good afternoon. Okay. Actors, industrial relations, പ്രധാനപ്പെട്ട actors-നെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. Okay. Okay. അപ്പോൾ അത് നമുക്കറിയാം ലാസ്റ്റ് അല്ലെ ഇവിടെ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് വരേക്കും നമ്മൾ എടുത്ത് നിർത്തി അല്ലെ. പക്ഷെ നോക്കിയായിരുന്നോ ആരെങ്കിലും? ആരെങ്കിലും വായിച്ചു നോക്കിയോ? പരമാവധി അന്ന് തന്നെ വായിച്ചു നോക്കി പോകാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിച്ചു പോകാനൊക്കെ ആയിട്ട് സാധിക്കും. വായിച്ചു പോയി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകള്? അത്യാവശ്യമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് എടുക്കാനുള്ള ഭാഗം അല്ലെ ഇവിടെ ഗവൺമെന്റിന്റേതായിട്ടുള്ള ഒരു ഭാഗം കൂടിയുമാണ് നമുക്ക് എടുക്കാനുള്ളത്. അതായത് നമ്മൾ കണ്ടായിരുന്നു മെയിനായിട്ട് ഇന്റേണൽ ആയിട്ടുള്ള ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ തൊഴിലുടമ, തൊഴിലാളികള്, ദെൻ ഗവൺമെന്റ് അവരെ പ്രധാനമായിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ അവർക്ക് അല്ലെ അവിടെ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എംപ്ലോയേഴ്സ് സപ്പോർട്ട് ചെയ്ത ട്രേഡ് യൂണിയനുകളും ദെൻ എംപ്ലോയേഴ്സിനെ സപ്പോർട്ട് ചെയ്ത എംപ്ലോയേഴ്സ് അസോസിയേഷനും ലാസ്റ്റ് നമ്മൾ കണ്ടു. കോർട്ടും ട്രൈബ്യൂണൽസും ആണ് ഗവൺമെന്റിനെ സപ്പോർട്ടീവായിട്ട് നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു. ഇവരൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയാലാണ് ഏത് തരത്തിലുള്ള ബിസിനസ്, സർവീസ് ഓറിയന്റഡ് ആയിക്കോട്ടെ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിക്കോ ആ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ കണ്ടു. ഓക്കെ, അതിലെ ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ് എന്താ പറയുന്നത്? ഗവൺമെന്റ് ഈസ് കുഴപ്പമില്ലല്ലോ, സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കെ അല്ലേ? Okay, so government or a state, government is supposed to be the caretaker on the nation. Okay, നമുക്കറിയാം രാജ്യത്തിന് അല്ലെ അവിടെ തീർച്ചയായും ഒരു പരിപാലന അല്ലെ നമുക്കറിയാം രാജ്യത്തിനെ നന്നായിട്ട് തന്നെ നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഗവൺമെന്റ് ആണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള പരിപാലകൻ എന്നുള്ള രീതിയിൽ തന്നെ കൈകാര്യം പോകേണ്ടതുണ്ട്. Therefore, it plays a balancing role. Okay. കാണുന്നില്ല. Okay. കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ നമ്മള് കണ്ടു ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ് നമ്മൾ കണ്ടു എന്താണ് ഗവൺമെന്റ് ഓഫ് സ്റ്റേറ്റ്. ഗവൺമെന്റ് is supposed to be caretaker of the nation. Therefore, it plays a balancing role. It affects industrial relation by formulating the policy of labor and industrial relations, implementing Labor Legislation Act as a mediator and resolve disputes, etc. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമയ്ക്ക് ഫേവറബിൾ ആവേണ്ടതുണ്ട്, തൊഴിലാളികൾക്കും അവരെയും സംരക്ഷിക്കേണ്ടതൊക്കെയാണ് അല്ലെ. ഒരു ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രൊട്ടക്ഷൻ ലഭ്യമാക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ടുള്ള ഗ്രോത്ത് അല്ലെ അവിടെ രാജ്യത്തിന്റെ എക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്കും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും തൊഴിലുടമയൊക്കെ സംരക്ഷിക്കുന്നതിനൊക്കെ അവിടെ നല്ലൊരു രീതിയിൽ തന്നെ അവരുടേതായിട്ടുള്ള കടമകളൊക്കെ നിർവഹിച്ചു പോകും അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം it affects the industrial relations by formulating policy, നിയമങ്ങൾ അല്ലെങ്കിൽ ലേബർ ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ഇംപ്ലിമെന്റിംഗ് ലേബർ ലെജിസ്ലേഷൻ. തീർച്ചയായിട്ടും നമുക്കറിയാം ഓരോരോ ആക്ടുകളൊക്കെ കൊണ്ടുവരുന്നത് തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള ആക്ടുകളൊക്കെ കൊണ്ടുവരണമെങ്കിൽ അവർക്കൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള ആക്ടുകൾ കൊണ്ടുവരണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ചർച്ചകളൊക്കെ സംഘടിപ്പിക്കും. അവിടെ ഒരു മീഡിയേറ്റർ ഒക്കെ ആയിട്ട് നിലകൊണ്ട് ഇരുകൂട്ടരെയും സംതൃപ്തമാക്കിയിട്ട് കൊണ്ടുപോകണം അല്ലെ. തൊഴിലാളികളെ മാത്രം വെച്ചിട്ട് ഹ്യൂമൻ റിസോഴ്സസ് മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രൊപ്പറേറ്റേഴ്സും ഉണ്ടാവണം അല്ലെ, തൊഴിലുടമകളും വേണം. സോ അവരെയൊന്നും വിഷമിപ്പിക്കാതെ കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് നിങ്ങൾ ഇടയ്ക്ക് സ്ക്രീൻ പോകുന്നതിനെ റെസ്പോണ്ട് ചെയ്യാം. പക്ഷെ ക്ലാസ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളാം. മെസ്സേജ് അയക്കുന്നതനുസരിച്ചിട്ട് ഞാൻ മാറ്റിക്കോളാം കേട്ടോ.
ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് അല്ലെ, ഇൻ കേസ് ഗവൺമെന്റിന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റൂൾസും കാര്യങ്ങൾക്കൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുന്നത്. കാരണം ചിലപ്പോഴൊക്കെ അവർക്ക് അനുകൂലമല്ലാത്ത നിലപാടുകളൊക്കെ വരുമ്പോൾ അവർ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരും അല്ലെ. ഓരോ അസോസിയേഷനോ അല്ലെങ്കിൽ യൂണിയനുകളൊക്കെ ആയിരിക്കും അവരവരുടേതായിട്ടുള്ള ഭാഗങ്ങളിലുള്ള അവർക്ക് അവകാശങ്ങൾ സ്ഥാപിച്ചിരിക്കാനായിട്ട് അവൈലബിൾ ആകുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിലെല്ലാം ഇടപെട്ട് എല്ലാവർക്കും അനുയോജ്യമായിട്ട് അവർക്ക് എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ള ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അവിടെ ഓർഗനൈസേഷനിലെ പുരോഗമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള കടമകളൊക്കെ നിർവഹിക്കാനായിട്ട് ഗവൺമെന്റ് അവരുടെ പ്രത്യേകമായിട്ടുള്ള റോള് കൈകാര്യം ചെയ്തു പോകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കറിയാം പരാതികൾക്കൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഒരു ബിസിനസ് ഫേം തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ വേറൊരു ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്താലും ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടാവും അല്ലെ, അവിടെ വ്യാവസായികമായിട്ടുള്ള തർക്കങ്ങൾ വരെ ഉണ്ടാവും. സോ ഇതെല്ലാം ഒത്തുതീർപ്പ് ഉണ്ടാക്കണമെങ്കിൽ ചില നിയമങ്ങളുടെ ആ ഒരു പ്രാബല്യത്തിലാണ് ഇതൊക്കെ ഒത്തുതീർപ്പുകളൊക്കെ ഉണ്ടാക്കി പോകുന്നത്. And it intends to control the working and the behavior of both the employees and the employees in an organization. ഓക്കെ, നമുക്കറിയാം എല്ലാവരുടെയും അവകാശങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പെരുമാറ്റ ശാസ്ത്രങ്ങൾ, അതായത് ഓർഗനൈസേഷനും അല്ലെങ്കിൽ എംപ്ലോയീസിനൊക്കെ അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ കൺട്രോളിങ് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പാടാക്കി കൊണ്ടുപോകുന്നത് ഈ ഒരു നിയമത്തിന്റെ ഒക്കെ പിൻബലത്തിലാണ്. The central and the state government controls and affects industry relations using laws, agreements, awards of court, etc. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം നിയമങ്ങൾ കൊണ്ടുവരുന്നത് അല്ലെ. ഇത്രയും വർക്ക് ചെയ്ത മിനിമം വേജസ് അവർക്ക് ഫസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഇത്രയും അംഗങ്ങളിൽ കൂടുതൽ ഉള്ള സ്ഥാപനമാണെങ്കിൽ അവർക്ക് PF ആനുകൂല്യങ്ങൾ ഫസ്റ്റായിട്ടും അവൈലബിൾ ആകണം അല്ലെ. നമ്മൾ ഓരോരോ ബെനിഫിഷ്യറി പാക്കേജിൽ വരെ നമ്മൾ കണ്ടു അല്ലെ. ഗാഡ്ജറ്റ് സർവീസിലൊക്കെ 250 എംപ്ലോയീസിനൊക്കെ കൂടുതൽ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ മസ്റ്റായിട്ടും ഗാഡ്ജറ്റ് സർവീസ് ഒക്കെ അവൈലബിൾ ആകണം എന്നൊക്കെ പറഞ്ഞു അല്ലെ. തന്നെ എംപ്ലോയീസിനൊക്കെ കൂടുതലായിട്ട് ഉള്ള സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബോണസ് സൗകര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആക്കണം എന്നൊക്കെ നമ്മൾ കണ്ടു. സോ ഇതെല്ലാം തീർച്ചയായിട്ടും നമുക്കറിയാം നിയമങ്ങളുടെ ഈ പ്രാബല്യം ഉള്ളത് കൊണ്ടാണ് തൊഴിലാളികൾക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ സ്വീകരിക്കാനായിട്ട് പറ്റുന്നത്. സോ പറയാണ് യൂസിങ് ലോസ്, എഗ്രിമെന്റ്സ് അല്ലെ, എന്തെങ്കിലും കരാർ വ്യവസ്ഥകളും ഓക്കെ അവിടെ കൃത്യമായിട്ട് നമുക്കറിയാം രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് ബേസിൽ തന്നെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് കോർട്ടിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ട് തന്നെ കിട്ടും. നമുക്കറിയാം അവാർഡ്സ് ഓഫ് കോർട്ട് എക്സെട്ര അല്ലെ, നിയമങ്ങളും കോടതികളൊക്കെയാണ് ഇതിനുള്ള പരിരക്ഷകളൊക്കെ എല്ലാവർക്കും ലഭ്യമാണ്. തേർഡ് പാർട്ടീസ് ആൻഡ് ലേബർ ആൻഡ് ട്രൈബ്യൂണൽ കോഴ്സ് കം ഇൻ ദ കാറ്റഗറി. തീർച്ചയായിട്ടും നമ്മൾ കണ്ടതാണ് അവിടെ എന്താണ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്. കേസ് ഗവൺമെന്റിന്റേതായിട്ടുള്ള ടാക്സും കാര്യങ്ങളൊന്നും അവിടെ ഓർഗനൈസേഷനും അവിടെ അവൈലബിൾ ആക്കി തന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം രാജ്യത്തിനെയും പരീക്ഷിച്ച് പോകേണ്ട ഒരു അവകാശമുണ്ട് അല്ലെ. രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയിനൊക്കെ നിലനിർത്തിക്കൊണ്ടു പോകേണ്ടത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നിയമാവശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കോടതിയും അല്ലെ മറ്റു കോടതികളും അല്ലെ അവരൊക്കെ കൂടിയാണ് അവരുടെയൊക്കെ നിയമാവലികളിൽ കൂടിയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അവകാശങ്ങളെല്ലാം ഗവൺമെന്റിനും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലോസ് എന്നൊക്കെ പറയുമ്പോൾ തൊഴിലുടമയ്ക്ക് തൊഴിലാളികൾക്ക് ഒപ്പം തന്നെ ഗവൺമെന്റിനും രാജ്യത്തിനും അനുയോജ്യമായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ാണോ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതാണ്, അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിലേഷൻസ്. അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിലേഷൻസ് ആണ്. ഓക്കെ, നമുക്കറിയാം ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ പ്രചോദിപ്പിക്കുക അല്ലെ, അവിടെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. ജസ്റ്റ് തൊഴിലാളി തൊഴിലുടമ എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് മാത്രം നമ്മൾ അല്ലെ അവരെ മാത്രം സാറ്റിസ്ഫൈ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷനും വിജയിച്ചു പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചിട്ടാണ് ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായിട്ട് വരുന്നതെന്നുള്ളത് വളരെ ചെറിയൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, economic factors, institutional factors, technological factors, social and cultural factors, political factors, organizational factors and global factors. ഓക്കെ, ഇപ്പൊ 7 ഫാക്ടേഴ്സ് ആണ് ഇവിടെ എടുത്തു പറയുന്നത്. എന്താണ് നമ്മുടെ എംപ്ലോയി റിലേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്ടേഴ്സുകളാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ 1 by 1 ആയിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കി പോകാം.
This one പറയുന്നത് economic factors. Okay, എന്താണ് economic factors എന്ന് പറയുന്നത്? Okay, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ the structure of economy, socialist, capitalist or mixed determines the economic factor. Okay, നമുക്കറിയാം ഇവിടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലേ, അവിടെ അങ്ങനെ വ്യത്യസ്തത്തിലുള്ള സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, അതിന്റെയൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള സമ്പദ് വ്യവസ്ഥകളൊക്കെ ആയിരിക്കും അവൈലബിൾ ആകുന്നത്. നമുക്കറിയാം തൊഴിലാളികളെ നമുക്ക് ഒരു ഓർഗനൈസേഷൻ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മതിയായ രീതിയിലുള്ള തൊഴിലാളികൾക്ക് വേണം, തൊഴിലാളികളുടെ ആവശ്യകത ഉണ്ടായിരുന്നു, അവർക്ക് കൃത്യമായിട്ടുള്ള വേതനമൊക്കെ അവിടെ അവൈലബിൾ ആക്കി കൊടുക്കണം. അങ്ങനെയൊക്കെ അല്ലെ, അവരെ സംതൃപ്തിപ്പെടുത്തി കൊടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. The character and the composition of the workforce, demand and the supply of labor, and the association of labor would determine the economic position of the workforce. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം ചില ഫേമുകളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസ് അധികം ഉണ്ടാവും അല്ലെ, ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഒരുപാട് ടീച്ചേഴ്സ് നമുക്കറിയാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് അല്ലെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് എങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം സെലക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പം, കാരണം ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടാൻ സാധിക്കും. അതേസമയം റയർ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സേ ഉള്ളൂ ഇന്ന ഒരു പ്രൊഫഷൻ അല്ലെ, ഇന്ന ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് കുറച്ചു പേരെ തൊഴിലാളികളെ അല്ലെ, കുറച്ച് കാൻഡിഡേറ്റ്സേ ഉള്ളൂ എങ്കിൽ നമുക്കറിയാം അവരിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല അവരുടെ വേതനത്തിലും ഒരുപാട് കുറവൊന്നും വരുത്താൻ പറ്റില്ല അല്ലെ. ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേതനത്തിൽ കുറവ് വരുത്തിയാലും ഒന്നല്ലെങ്കിൽ ഒരാൾ വന്ന് അതില് ഡ്യൂട്ടിയിൽ കയറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഇപ്പൊ നോക്കാം, the character and composition of the workforce, demand and supply of labor അല്ലെ. നമുക്ക് മനസ്സിലാക്കേണ്ടത് തൊഴിലാളികളുടെ ലഭ്യത അല്ലെ, അതുപോലെ തന്നെ തൊഴിലിന്റെ ആവശ്യകത, തൊഴിലാളികളുടെ ആവശ്യകത. ചിലതൊക്കെ ആണെങ്കിൽ മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് 1-2% ആവശ്യം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് അല്ലെ. മെയിനായിട്ട് ഇപ്പോഴത്തെ സിസ്റ്റം അനുസരിച്ചിട്ടൊക്കെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ചുകൊണ്ട് തന്നെ എംപ്ലോയീസിന്റെ അല്ലെ, ഹ്യൂമൻ റിസോഴ്സസിന്റെ കാര്യം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോഴൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ തൊഴിലാളികൾക്ക് ചെറിയ വേതനം കൊടുത്താലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതേസമയം ഒരുപാട് എംപ്ലോയീസ് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇൻകേസ് എംപ്ലോയീസ് ഇല്ല എങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അവർക്ക് നല്ല രീതിയിൽ തന്നെ സാലറി വാഗ്ദാനം ചെയ്താലാണ് ആ എംപ്ലോയീസിനെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. സോ ദ ക്യാരക്ടർ ഓഫ് ആൻഡ് ദ കമ്പോസിഷൻ ഓഫ് വർക്ക്ഫോഴ്സ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ and association of labor would determine the economic position of the workforce and also the strength of a bargaining which affected the industrial relations. അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവിടെ യൂണിയനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ബാർഗൈനിങ് സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും? ഒരുപാട് തൊഴിലാളികളുണ്ട്, യൂണിയനൊക്കെ ഉണ്ട് എങ്കിൽ ബാർഗൈനിങ് സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും, ലോ ആയിരിക്കും? കൂടുതലായിരിക്കും അല്ലെ, കാരണം അവർക്കൊരു പവർ ഉണ്ട് അല്ലെ, യൂണിയന്റെയും കൂടി സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു പവർ ഉണ്ട്. ബാക്കി പവറൊക്കെ ഹൈ ആയിരിക്കും അല്ലെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനെങ്കിൽ തീർച്ചയായിട്ടും അവര് നല്ല രീതിയിൽ തന്നെ മുന്നേറിയ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കേണ്ടതായിട്ട് തൊഴിലുടമ അവർക്ക് ഫേവറബിൾ ആയിട്ട് തന്നെ നിലപാടെടുക്കേണ്ടത്. ചില കുറച്ച് തൊഴിലാളികളുള്ളൂ, യൂണിയനൊന്നും ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ തൊഴിലുടമ ഇവരെ എന്തെങ്കിലും അവകാശപ്പെടുന്നത് ചിലപ്പോൾ സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കണമെന്നില്ല. സോ അപ്പൊ അത്തരത്തില് നമുക്കറിയാം ഒരു സാമ്പത്തികമായിട്ടുള്ള ഫാക്ടർ, നമ്മളിപ്പോ ചില കാര്യങ്ങൾ അവൈലബിൾ ആക്കി കൊടുക്കേണ്ടി വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു തൊഴിലാളികളെ കണ്ടെത്തേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ആയിട്ട് കുറച്ച് നല്ല രീതിയിലുള്ള സാലറി കൊടുക്കേണ്ടി വരും. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉള്ളൂ എങ്കിൽ. അതേസമയം കൂടുതൽ എംപ്ലോയീസ് അവൈലബിൾ ആണെങ്കിൽ വേണമെങ്കിൽ അല്ലെ നമുക്കറിയാം മിതമായ രീതിയിലൊക്കെ സാലറി ഒക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പവർ അല്ലെ, ഈ പറഞ്ഞ മാതിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ സാക്ഷാത്കരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണോ? ബാർഗൈനിങ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്പർ ഓഫ് എംപ്ലോയീസ് അല്ലെങ്കിൽ യൂണിയന്റെ ഒക്കെ സപ്പോർട്ട് നോക്കേണ്ടതായിട്ട് വരും. അതേമാതിരി തന്നെ അല്ലെ എംപ്ലോയീസിന്റെ അവൈലബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ടാണ് നമുക്ക് ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ കൊടുക്കുന്ന സാലറി പാക്കേജ് ഒക്കെ തീരുമാനിക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്തിട്ടൊക്കെയാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. സോ ആ ഒരു റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്, മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ പോകണമെങ്കിൽ
തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ്, വർക്കിംഗ് ഓഫ് ലേബർ കോഡ് ഓൾറെഡി സ്റ്റേറ്റ് ട്രൈബ്യൂണൽസ്, ലേബർ യൂണിയൻസ് ആൻഡ് എംപ്ലോയി ഓർഗനൈസേഷൻസ് ആർ ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഗവൺമെന്റിന്റെ നിയമങ്ങൾ, അതൊക്കെ ഒരു ആക്ട് ഉണ്ടെങ്കിൽ ആ ആക്ട് അനുസരിച്ച് നമ്മുടെ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഒരു ആക്ട് ആണെങ്കിൽ ആ ആക്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്യും അല്ലെ? ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ കോടതിയും എന്തെങ്കിലുമൊക്കെ അല്ലെ, അതുമായി ബന്ധപ്പെട്ട വാണിജ്യ കോടതികളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ടെങ്കിൽ അത് അനുസരിച്ചിട്ട് തന്നെ പോകാനായിട്ട് നമ്മുടെ കമ്പനിക്ക് സാധ്യമാവുള്ളൂ അല്ലെ? നമ്മൾ ഫോം ചെയ്യുന്ന ബിസിനസ് അത് റിലേറ്റഡ് ആണോ എങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് നിയമം വന്നാലും അത് പാലിച്ചു പോകാൻ ബാധ്യസ്ഥരാണ്. ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകാൻ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ പറയാണ് എന്താണ്, എംപ്ലോയീസ് ഓർഗനൈസേഷൻസ് ആൻഡ് ലേബർ യൂണിയൻസ്. യൂണിയൻ ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ തൊഴിലുടമയുടേതായിട്ടുള്ള ഓർഗനൈസേഷനും കാര്യങ്ങളും അല്ലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് മാനേജ്മെന്റിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. യൂണിയനെ അല്ലെ യൂണിയൻ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കാനോ അതല്ല എങ്കിൽ നിയമങ്ങളെ ഒന്നും വേണ്ട അല്ലെ, അതൊന്നും കണ്ണിൽപ്പെടുത്തേണ്ടതില്ല എന്ന്, അവരുടെ ഇൻഫ്ലുവൻസ് ഒന്നും കണ്ണിൽപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞ് ഓർഗനൈസേഷൻ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും പെനാൽറ്റീസും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ഒരു റിലേഷൻ കീപ്പ് ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ് അല്ലെ? The industrial relations scenario is also affected by religious and ചെറിയ സൗണ്ട് ഒന്നും ചെറുതായിട്ട് ക്വസ്റ്റൻ നമുക്ക് കുഴപ്പമുണ്ടോ എന്ന് നോക്കണേ. The industrial relations scenario is also affected by religious and social institutions by way of existing value system and by ensuring their compliance. Example. Okay. The industrial relations scenario is also affected by religious and social institution by way of existing value system and by ensuring their compliance. Okay, നമുക്കറിയാം എന്തെങ്കിലും മൂല്യങ്ങൾ അല്ലെ അവിടെ നമ്മുടെ പ്രാദേശികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ മൂല്യം കൽപ്പിച്ചുകൊണ്ടുള്ള പ്ലേസ് ഒക്കെ ആണെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് അല്ലെ? എന്തെങ്കിലും കാര്യങ്ങൾക്ക് അല്ലെ ഒരു റിലീജിയനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു പ്രാദേശിക സംസ്കാര രീതികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ പ്രാദേശികമായിട്ട് സംഘടിച്ച് എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെയും നമ്മൾ കീപ്പ് ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്. ജെൻഡർ ബേസ്ഡ് എക്സിസ്റ്റിംഗ് സർട്ടൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൺട്രീസ്, ചില കൺട്രികളിലൊക്കെ അല്ലെ ചില മുസ്ലിംസ് കൺട്രികളിൽ അങ്ങനെ അതിന് കൂടുതൽ പ്രാധാന്യമൊക്കെ കൊടുക്കുന്ന കൺട്രികളിലൊക്കെ ചിലർക്ക് ചില ജോലികളൊക്കെ ചെയ്യാനായിട്ട് പെർമിഷൻ ഒന്നും അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പാലിച്ചുകൊണ്ട് തന്നെ പോകാനായിട്ടാണ് നമ്മുടെ ബിസിനസ് ശ്രമിക്കേണ്ടത്. ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോയില്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് വരാനായിട്ടുള്ള സാധ്യത. സോ എക്കണോമിക് ഫാക്ടേഴ്സ്, സാമ്പത്തികമായിട്ടുള്ള ഘടകങ്ങളെ ആശ്രയിച്ച് പല കാര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ്, വർക്കിംഗ് ലേബർ കോഡ്, രജിസ്റ്റർ ട്രൈബ്യൂണൽസ്, യൂണിയൻ അല്ലെ എല്ലാവരൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. ഒപ്പം തന്നെ എന്തെങ്കിലും റിലീജിയസ് അല്ലെങ്കിൽ എന്തെങ്കിലും ജെൻഡർ ആയിട്ടുള്ള എന്തെങ്കിലും
കാര്യങ്ങളൊക്കെ ചെയ്ത് പോകേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്. ഓക്കെ അല്ലേ? റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകണ്ടേ? അല്ലേ? യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ഇല്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും കീപ്പ് ചെയ്ത് പോകണം. ഓക്കെ. വീണ്ടും ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. Okay, these factors include a method of modernization, production, automation, etc. An organization that is technologically more advanced needs lesser human capital and hence the bargaining power of the entire organization decreases. Okay, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇൻ കേസ് ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത് കൂടുതലായിട്ട് നോക്കാം. നമ്മൾ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് വരുത്തുന്നുണ്ടെങ്കിൽ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ഇൻ കേസ് ഒരു ഡിജിറ്റലൈസേഷനോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി അതിൻ്റെതായിട്ടുള്ള ഒരു അല്ലെ നമ്മുടെ ഓർഗനൈസേഷന് പ്രോഫിറ്റബിൾ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും നമുക്കറിയാം അപ്ലൈ ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ പറയുകയാണ് ഇൻ കേസ് നമ്മൾ പറയാൻ കാരണം ഓർഗനൈസേഷനൊക്കെ നടന്നോട്ടെ നമ്മളതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു രീതി, ഈ രീതിയിലൂടെ മാത്രമാണ് ഉത്പാദനം മതി അല്ലെങ്കിൽ സർവീസ് കൊടുത്താൽ മതി എന്ന് വിചാരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ സക്സസ് ആവില്ല അല്ലെ. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ തയ്യാറാവണം. സോ അതാണ് ഫസ്റ്റ്ലി മനസ്സിലാക്കേണ്ടത്. ദീസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് മെത്തേഡ് ഓഫ് മോഡേണൈസേഷൻ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ എക്സെട്ര. ഓക്കെ, ഇതെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ പറയാണ് സെക്കൻഡ് പോയോ? സ്ക്രീൻ പോയോ? ഇല്ലല്ലോ. ഓക്കെ, നോക്കാം. എന്താ ടെക്നോളജി അഡ്വാൻസ് ആവുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും പറയുകയാണ് അവിടെ ടെക്നോളജി അഡ്വാൻസ് ആവുന്നതനുസരിച്ചിട്ട് ഹ്യൂമൻ ക്യാപിറ്റല് കുറവാണ്. ഓക്കെ, അതായത് ഹ്യൂമൻ റിസോഴ്സസ് അവിടെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഒരുപാട് മെഷീനും അതിലെ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് ഓർഗനൈസേഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ വേറൊരു കാര്യം ശ്രദ്ധയിൽപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് ബാർഗൈനിങ് സ്ട്രെങ്ത് കുറവായിരിക്കും. കാരണം ഹ്യൂമൻ റിസോഴ്സ് കുറച്ച് ഉള്ളൂ എങ്കിൽ ബാർഗൈനിങ് സ്ട്രെങ്ത് കുറവായിരിക്കും. നേരത്തെ പറഞ്ഞ ബാർഗൈനിങ് സ്ട്രെങ്ത്തിനെ അപേക്ഷിച്ച് ഇവിടെ ബാർഗൈനിങ് സ്ട്രെങ്ത് കുറവായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അവിടെ ഹ്യൂമന് പകരം ടെക്നോളജിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഗ്രേറ്റർ പ്രോഗ്രഷൻ ഇൻ ടെക്നോളജി and advancement in the proficiency of workers have also introduced a new class of employee called the knowledge workers who possess a different set of requirements and goals. Okay, നമുക്കറിയാം ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള നോളജ് എംപ്ലോയീസ് നേടിയെടുക്കേണ്ടതുണ്ട് അല്ലെ. നോളജ് എംപ്ലോയേഴ്സിന്റെ ആവശ്യകത അവിടെ മസ്റ്റായിട്ടും വരുന്നു. കാരണം ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ചിലപ്പോൾ ഹൈ സാലറി കൊടുത്തിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഈ ഒരു എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പേഴ്സണൊക്കെ നമ്മൾ ഹയർ ചെയ്ത് നിർത്തേണ്ടതൊക്കെ ആയിട്ട് വരുന്നത്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം അപ്പോൾ ആ നോളജ് ഉള്ള എംപ്ലോയീസുമായിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യും അല്ലെ. അതായത് ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആവുമ്പോൾ അത് നമ്മുടെ ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കണം. അതല്ലെങ്കിൽ ഇത്രയും നോളജ് ഉള്ള എംപ്ലോയീസിനെ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. Who also introduced a new class of employees called the knowledge workers, who possess a different set of requirements and goals. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും കുറെ അവകാശങ്ങളാണ്, അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെയാണ് അവർക്ക് ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ബെറ്റർ റിലേഷൻഷിപ്പ് വെച്ച് അപ്പോൾ നമുക്ക് ഈ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ഇപ്പൊ ട്രഡീഷണൽ ആയിട്ട് അവിടെയുള്ള സംസ്കാര രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള
ഒരു രീതി ടെക്നോളജിയും കൂടി ഡെവലപ്മെന്റോട് കൂടിയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ട്രെയിനിങ് ഒക്കെ കൊടുക്കണമെങ്കിൽ പുറത്ത് അല്ലെ ട്രെയിനേഴ്സിനൊക്കെ കണ്ടെത്തേണ്ടതായിട്ട് വരും. സോ അവരൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താലാണ് നമുക്ക് അനുയോജ്യമായ മിതമായ നിരക്കിലൊക്കെ അവരെയൊക്കെ അവൈലബിൾ ആക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയുള്ളൂ. സോ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാവരായിട്ടും നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? മോഡേണൈസേഷൻ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു. മോഡേണൈസേഷനോടൊപ്പം തന്നെ നോളജ് അഡ്വാൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫസ്റ്റ് സെന്റൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഓക്കെ, ദെൻ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. നമ്മൾ എത്ര ഫാക്ടേഴ്സ് ഇപ്പൊ കണ്ടുപോയത്? എക്കണോമിക് ഫാക്ടേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് പോകാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനം അതുണ്ടോ? ഉണ്ടാവോ? ഒരു ഓർഗനൈസേഷൻ വിജയിച്ച് മുന്നോട്ട് പോകുന്നതിന് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഉണ്ടാവും. തോന്നുന്നുണ്ടോ? രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാതെ പോകാൻ പറ്റും ഉണ്ട് അല്ലെ? രാഷ്ട്രീയമായിട്ടും സ്വാധീനമുണ്ട്. നോക്കാം. The political factors comprise the political system, political parties and their principles. തീർച്ചയായിട്ടും അവരുടെ പ്രിൻസിപ്പിൾസ് തത്വവിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓർഗനൈസേഷൻ ഫോളോ ചെയ്ത് പോകേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഇടയിലാണ് ആ സ്ഥാപനം, ആ ഒരു ബിസിനസ് ഫോം നിലകൊണ്ട് പോകുന്നത് അല്ലെ? എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ബിസിനസ് വിജയിച്ച് പോകാൻ പറ്റുള്ളൂ. ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സ് വേണം അല്ലെ? കൃത്യമായിട്ട് തന്നെ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഞാൻ ചോദ്യം ചോദിക്കുന്നത് അതുകൊണ്ടാണല്ലോ, കാരണം നിങ്ങൾക്ക് കൂടി മനസ്സിലായി ആക്സെപ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കംപ്രൈസ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ പ്രിൻസിപ്പിൾസ്. ഓക്കെ, നമുക്കറിയാം പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഏതെങ്കിലും രാഷ്ട്രീയ സ്വാധീനമായിട്ടുള്ള ശക്തികൾ അവരുടേതായിട്ടുള്ള തത്വങ്ങൾ, ആ തത്വങ്ങള് നമ്മുടെ ബിസിനസ് സ്ഥാപനം അത് കീപ്പ് ചെയ്ത് പോകേണ്ടതുണ്ടോ, അത് നമുക്ക് മനസ്സിലാക്കി അവരോടൊപ്പം തന്നെ തിരിച്ചു പോകേണ്ടതുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്ത് പോകണം അല്ലെ? ആ സ്വാധീന ശക്തിയോടൊപ്പം തന്നെ നമ്മൾ ആ പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്ത് പോകാനായിട്ട് കുറെയെങ്കിലും നമ്മുടെ സ്ഥാപനം ബാധ്യസ്ഥരാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് are affected by the rise and the power of a political parties and the method they use while creating policies. ഓക്കെ, നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഓർഗനൈസേഷൻ എന്തെങ്കിലും നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും കൂടിയും അനുയോജ്യമായിട്ടുള്ള അല്ലെ ഫേവറബിൾ ആയിട്ടുള്ള നിയമങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്തെങ്കിലും നിയമങ്ങൾ പാലിച്ചു പോകണമെന്നുള്ള ഒരു രീതിയിലെ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവരതിനെ എതിർക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ, യൂണിയന്റെയും കൂടി സപ്പോർട്ട് കൊണ്ട് എതിർക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തന്നെയായിരിക്കണം നിയമങ്ങൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർലേ? കാരണം നമുക്കറിയാം യൂണിയൻ ഉണ്ടെങ്കിൽ അവരുടെയും കൂടി ഹെൽപ്പോട് കൂടിയിട്ട് ഇവര് ചില സ്വാധീന ശക്തിയോട് കൂടിയിട്ട് ചിലപ്പോൾ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലവർക്ക് സാലറി കൂട്ടിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ സ്വാധീന ശക്തി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെങ്കിൽ നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് മാത്രമാണ് നിയമങ്ങൾ ലഭ്യമാക്കാനായിട്ട് പാടുള്ളൂ. Moreover, since the trade unions are much engaged in the formulation of policies, the policies are somewhat based in favor of the workers. Okay, എന്തെങ്കിലും ഫേവർ വർക്കേഴ്സിന് വേണ്ടിയിട്ട് വരുത്തി തീർക്കാൻ പറ്റുമോ അതിന് തീർച്ചയായിട്ടും അവരുടെ യൂണിയനുള്ള മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആ യൂണിയന് പരമാവധി ശ്രമിക്കും അല്ലേ? ശരിയല്ലേ? ഏതെങ്കിലും ഒന്ന് രണ്ട് യൂണിയൻസ് ഒക്കെ അവിടെ ആക്റ്റീവായിട്ട് നിലകൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ യൂണിയനുള്ള മെമ്പേഴ്സിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും അല്ലേ? ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പോളിസികൾ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് ആ യൂണിയന്റെയും കൂടി അഭിപ്രായങ്ങളൊക്കെ നോക്കിയിട്ട് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. കാരണം ഈ നിയമങ്ങൾ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ വലയത്തിൽ പോയി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളാണ്. On the other hand, if the political parties are in any way financially depend on the corporate lobby, the political equations would then be totally different.
ഓക്കെ, ഫിനാൻഷ്യലിയും കൂടി ഹെൽപ്പ് ചെയ്യുന്ന യൂണിയൻ സപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് ചിലപ്പോ അല്ലെ നല്ല ഫണ്ട് ഇറക്കി തന്നെ കുറെ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഒരു തരത്തിലും വലിയ വലിയ കമ്പനികൾക്ക് ചില നിയമങ്ങളൊന്നും ഒറ്റയടിക്കൊന്നും അല്ലെ നമുക്കറിയാം അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനായിട്ടൊന്നും സാധിക്കില്ല. യൂണിയന്റെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അല്ലെ കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഒന്നിലധികം യൂണിയനുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ യൂണിയന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു കോൺഫ്ലിക്ട്സും ഇല്ലാതെ ഒരു തർക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവിടെ കൈകാര്യം ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഫണ്ട് ഇറക്കി ഒക്കെ ആക്റ്റീവായിട്ട് നിലകൊള്ളാൻ ചാൻസുകളൊക്കെ ഉണ്ടെങ്കിൽ തീരുമാനത്തിന് ചിലപ്പോൾ ആണെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നതിന് എന്തെങ്കിലും അവരുടെ ആ ഒരു വർക്കിംഗ് ഫ്ലോയിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. ഇവിടെ വീണ്ടും അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്, certain countries when state capitalism is and collective bargaining is totally discouraged. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ബാർഗെയിനിങ് സ്ട്രെങ്ത് ചില കൺട്രികളിലൊന്നും അതൊരിക്കലും നടപ്പാക്കാൻ പറ്റാത്ത രീതിയിൽ കൈകാര്യം ചെയ്യും. നമ്മുടെ കൺട്രി എന്നൊക്കെ പറയുമ്പോൾ ബാർഗെയിനിങ് പവറൊക്കെ ഉള്ള കൺട്രിയാണ്. പക്ഷെ ചില കൺട്രികളിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവരുടെ ഭരണം തന്നെ അവരുടെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ കീഴിൽ മാത്രമാണ്. അല്ലേ? താഴേക്ക് നോക്കുക. In such a scenario, trade unions have no value and labor management relations are dealt with strictly. ഓക്കെ, ഇവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ലേബർ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് അവര് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നത് വെച്ചാൽ ഒരു ബാർഗെയിനിങ് പവറിന്റെ ഒന്നും ആവശ്യകത അവിടെ ഒന്നും അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊന്നും കൈകാര്യം ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. ഇൻ കൺട്രീസ് ലൈക്ക് ദ former USSR state socialism existed and trade unions have definitely responsibilities and functions under the purview of the government. അതായത് പട്ടാള ഭരണം പോലെ തന്നെ അല്ലെ ചില കാര്യങ്ങളൊക്കെ ഉത്പാദന ഉപാധികളായ ഭൂമി, ഫാക്ടറികൾ അല്ലെ ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യണം, അതെല്ലാം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ സ്രോതസ്സൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അവരുടെ രാഷ്ട്രീയത്തിൽ തന്നെ അവർ ചർച്ച ചെയ്തിട്ട് തന്നെ അവർ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ഇതേമാതിരി ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവറൊന്നും അവിടെ ഉണ്ടാവില്ല അല്ലെ. ചില കൺട്രികളിൽ അത് ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ സിൻസ് ഇന്ത്യയെ പോലെ ഉള്ള കാര്യങ്ങളല്ല ഇന്ത്യയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സിൻസ് India has a mixed economic system. Conciliation, arbitration, adjudication, participative management, and collective bargaining are all a part of industrial relations. Okay, ഇന്ത്യയെ പോലെയുള്ള കൺട്രി എന്ന് പറയുന്നത് ഒരു മിക്സ്ഡ് എക്കണോമിക് സിസ്റ്റം ആണ് അല്ലെ. നമ്മൾ ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പരമാവധി പറഞ്ഞ കൺസിലേഷൻ എന്തെങ്കിലുമൊക്കെ ചർച്ചകളൊക്കെ നടത്തി അല്ലെ, അതേമാതിരി തന്നെ മധ്യസ്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതായത് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്നൊക്കെ യൂണിയന്റെ ഒക്കെ ഇടപെടലോട് കൂടിയിട്ട് ഒരു എംപ്ലോയീസിന്റെ പാർട്ടിസിപ്പേഷൻ അല്ലെ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിച്ച് അവരുടെ നിലപാടുകൾ കൂടി അറിഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. കളക്റ്റീവ് ബാർഗെയിനിങ് അതായത് ജലവേശി യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് അവകാശങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ചില കൺട്രികളിൽ ഇതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ല. USSR പോലെയുള്ള കൺട്രികളിലൊക്കെ തീർച്ചയായിട്ടും ഭരണാധികാരികൾ തീരുമാനിക്കുന്ന അനുസരിച്ചിട്ട് മാത്രമാണ് ഗവൺമെന്റ് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ചെയ്യണോ? വെച്ച് നോക്കി പോവാട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാ. നമ്മളൊരു പ്രോബ്ലം കൂടെ എടുത്തു പോകും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു പോവാട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യേണ്ടടുത്ത് നമ്മുടെ സ്ഥാപനം എവിടെയാണ് ആ സ്ഥാപനത്തിന്റെ നല്ല മൂവ്മെന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നോ ആ റിലേഷൻഷിപ്പ് ഒക്കെ കീപ്പ് ചെയ്ത് പോയാൽ മാത്രമാണ് ആ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അവിടെ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. പൊളിറ്റിക്കൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി തന്നെ മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിൽ പോലെയുള്ളവര് മിക്സഡ് എക്കണോമിക് സിസ്റ്റം ആണ് ഓർത്ത് വെച്ചേക്കുക. അതായത് ഇവിടെ കൺസലേഷനും ആർബിട്രേഷനും അഡ്ജുഡിക്കേഷനും അല്ലെ എന്തെങ്കിലും കോർട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള അവകാശമുണ്ട്. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്ങിനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്.
Okay, social and cultural factors എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതായത് these factors are about different rules, ethics and principles that exist in a society. Okay, നമ്മുടെ സമൂഹത്തില് വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളുണ്ട് അല്ലെ, അവിടെ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾക്കും അല്ലെ തത്വങ്ങൾക്കൊക്കെ ഫോളോ ചെയ്ത് പോകണമെന്ന് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നുണ്ട് അല്ലെ. ചില സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥതകളുണ്ട്. Okay, in the countries like the USA, where there is a stable socio-political order, the government encourages a general philosophy of free enterprises or democratic capitalism. Okay, നമുക്കറിയാം ഒരു ജനാധിപത്യ രാജ്യം പോലെ തന്നെയാണ് അല്ലെ USA പോലെയുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ഗവൺമെന്റ് അവരുടേതായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫ്രീഡം ഒക്കെ അനുവദിക്കുന്നുണ്ട്. In these type of countries, active bargaining is supported by the law and the government involvement. Okay, നമുക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അല്ലെ നമുക്കറിയാം അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നിയമവ്യവസ്ഥകൾ അല്ലെ നിയമവ്യവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അത് കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ വഴി നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. സോ അവിടെ ആ റിലേഷൻഷിപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം കളക്റ്റീവ് ബാർഗെയിൻ കുറയുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലെ. ഹ്യൂമൻ റിസോഴ്സസ് കുറവാണെങ്കിൽ കളക്റ്റീവ് ബാർഗെയിനിങ് പവർ കുറവായിരിക്കും. അതേസമയം വലിയൊരു ഹ്യൂജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പൊ യൂണിയനും കൂടി അവിടെ വർക്ക് അതിൽ ഉൾപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പവർ ഒക്കെ ഉണ്ട് അല്ലെ. കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് തന്നെ അവർക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള പവർ ഉണ്ട്. സോ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സാംസ്കാരിക രീതി അല്ലെ, ആ സാംസ്കാരിക രീതി അനുസരിച്ചിട്ട് നിയമങ്ങളൊക്കെ പാലിച്ചു പോകേണ്ടതുണ്ട്. കളക്റ്റീവ് ബാർഗെയിനിന്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കിയിട്ടാണ് തീർച്ചയായിട്ടും ആ ഓർഗനൈസേഷൻ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. In Scandinavian countries and the UK, where democratic socialism exists, active bargaining is a regular model without the need of the government to get involved. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം മിക്കവാറും എല്ലായിടത്തും ബാർഗെയിനിങ് പവർ ആണ് പ്രധാനമായിട്ടും. അതായത് കളക്റ്റീവ് ബാർഗെയിനിങ് ആയിട്ടാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെ എന്തെങ്കിലും കോൺഫ്ലിക്ട്സുകൾ വരുമ്പോൾ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. പക്ഷേ നമ്മുടെ രാജ്യത്തും അത് തന്നെയാണ്. കുറെ നിയമാവലികളുണ്ട്, ആക്ടുകളുണ്ട്. ആക്ട് വഴി അതല്ലെങ്കിൽ ആരെങ്കിലും മധ്യസ്ഥത്തില് അതല്ലെങ്കിൽ കേസ് എന്തെങ്കിലും ഈ പറഞ്ഞ അത് സ്ട്രോങ് ആയിട്ട് വിലപേശി മേടിക്കാനായിട്ടുള്ള അല്ലെ അവിടെ യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെയാണ് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. അപ്പൊ ആ ഒരു സാംസ്കാരിക രീതി എന്താണ് അല്ലെ, ആ സാംസ്കാരിക രീതി അനുസരിച്ചിട്ട് തന്നെയായിരിക്കണം ആ ഓർഗനൈസേഷന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ പൊളിറ്റിക്കൽ സ്വാധീനത്തിനേക്കാൾ അപ്പുറം സോഷ്യൽ ധാർമ്മികമായിട്ട് അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. ആ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. ഓക്കെ, ഹെഡിങ്ങുകളൊക്കെ ഒന്ന് ഓർത്തുകൊള്ളോട്ടോ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്നുള്ളത്. ജസ്റ്റ് ആ ഹെഡിങ്ങുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ നമ്മളുടെ ഒരു ബിസിനസ് സ്ഥാപനം അതിന് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെ. ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണ്, പൊളിറ്റിക്കൽ സ്വാധീന ശക്തി എന്താണ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് നമുക്ക് ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ് ചെയ്തു പോയാലോ. ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സിൽ എന്താ പറയുന്നത്? These factors consist of our management style existing in the organization itself, perspective, organization environment, health of organization, degree of competition, flexibility towards change, and diverse HR policies. Okay, ഓർഗനൈസേഷനും അതിൻ്റെതായിട്ടുള്ള ഒരു ക്രമമൊക്കെ ഉണ്ട്, രീതിയൊക്കെ ഉണ്ട് അല്ലെ. അവര് നേരത്തെ കൂട്ടി കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുറപ്പിച്ചിട്ടുണ്ടാവും. പോളിസി നിയമങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് നമുക്കറിയാം ഒരു പഞ്ചായത്ത് കീപ്പിംഗ് വേണം, ഷിഫ്റ്റ് ഡ്യൂട്ടികളുടെ ക്രമീകരണവും അല്ലെ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്കറിയാം അവരുടെ ധാരണയനുസരിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ചലഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. അതേമാത്രം തന്നെ ആ ഓർഗനൈസേഷന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു പോകുന്നതാണ്. ഓക്കെ, ആ മാനേജ്മെന്റ് സ്റ്റൈല് എപ്പോഴും അതേപടി തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, നമ്മൾ നേരത്തെ കൂട്ടി ഒരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു സിസ്റ്റം അല്ലെ, ഒരു രീതി അല്ലെ, മാനേജ്മെന്റിന്റെ സ്റ്റൈല് അത് ചിലപ്പോ അത് മാറ്റി അല്ലെ. നമുക്കറിയാം ഫ്ലെക്സിബിലിറ്റി ടുവേർഡ്സ് ചേഞ്ച്. നമ്മുടെ മാനേജ്മെന്റിന്റെ സ്റ്റൈലില് നിലനിൽക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരു സ്ട്രക്ചറും ഒരു ധാരണയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ കുറെ പോളിസികളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ അതിന്
ചെറിയ രീതിയിലെങ്കിലും വേരിയേഷൻസ് ഒക്കെ വരുത്തേണ്ടതുണ്ട്. ഫ്ലെക്സിബിലിറ്റി ടുവേർഡ്സ് ചേഞ്ച്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ രീതികളിലെല്ലാം വേരിയേഷൻസ് ഒക്കെ വരുന്നത് അല്ലെ. ചിലപ്പോൾ വേണമെങ്കിൽ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് എന്താണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടതായിട്ട് വരും. അങ്ങനെ വരുത്തേണ്ടി വരില്ലേ? ഓർഗനൈസേഷൻ ഒരു രീതിയാണെങ്കിൽ ആ രീതി മാത്രമാണ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ സക്സസ് ആവുമോ? ആവില്ല അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേരിയേഷൻസ് വരും അല്ലെ. ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന്റെ ഒരു സ്റ്റൈല് നിലനിൽക്കുന്നുണ്ട് അല്ലെ, ഒരു ധാരണയുണ്ട്, ഒരു എൻവയോൺമെന്റ് ഉണ്ട് അല്ലെ, അതിൻ്റെതായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കറിയാം എന്തെങ്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കേസ്, എന്തെങ്കിലും കുടുംബം നിറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫ്ലെക്സിബിൾ ആക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഒരു ഡൈവേഴ്സിറ്റി അല്ലെ, ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പോളിസിയിലൊക്കെ വേരിയേഷൻസ് ഒക്കെ വരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷന് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ അപ്പോ ഈ ഒരു റിലേഷൻഷിപ്പും ഈ ഒരു ബന്ധം കൂടി, അതായത് ഈ ഒരു മാറ്റം കൂടി ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഗ്ലോബൽ ഫാക്ടേഴ്സ്. ഓക്കെ, നമ്മൾ കുറെ ഫാക്ടേഴ്സുകൾ കണ്ടു അല്ലെ. ഇനി ലാസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഗ്ലോബൽ ഫാക്ടേഴ്സ് അല്ലെ, ആഗോളമായിട്ടുള്ള ഘടകങ്ങൾ. These factors include global differences, international relations, economic, political principles, functions of ILO, the International Labour Organization, foreign trade agreements and relations, economic and trading policies of power blocks, global cultural environment, international labour agreement, etc. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ ചിലപ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്ഷൻ അത് വിപണനം ചെയ്യുന്ന മറ്റു കൺട്രികളിലായിരിക്കും. സോ നമുക്കറിയാം അവരൊക്കെ ആയിട്ട് നമ്മൾ നല്ല റിലേഷൻഷിപ്പ് അല്ലെ, മറ്റു കൺട്രികളൊക്കെ ആയിട്ട് ഇന്റർനാഷണലി നമ്മൾ കുറെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോയാൽ മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ചിലപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട്, നമ്മുടെ മെഷീൻ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ സെയിലും കാര്യങ്ങളൊക്കെ വരുന്നത് പുറത്തെ കൺട്രികൾ. ഇൻ കേസ് ചിലപ്പോൾ നമ്മൾക്ക് ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും ഇറക്കുമതി ചെയ്യും. സോ അവിടെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് അല്ലെ, ഗ്ലോബൽ ഡിഫറൻസസ്, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ആഗോളമാനമായിട്ട് എന്തെങ്കിലും വ്യത്യസ്തകൾ വരുന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് നമുക്കറിയാം രാജ്യത്തിന് അല്ലെ അപ്പുറമുള്ള റിലേഷൻസ് നമുക്ക് സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം മറ്റ് സ്റ്റേറ്റുകളിലുമായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. ദെൻ എക്കണോമിക് പൊളിറ്റിക്കൽ പ്രിൻസിപ്പിൾസ്, ഓരോ സ്ഥാപനത്തിൽ ഓരോ സ്റ്റേറ്റിനും അല്ലെ അതേപോലെ തന്നെ രാജ്യത്തിനും അതിൻ്റെതായിട്ടുള്ള കുറെ തത്വങ്ങളുണ്ട്. ചിലപ്പോൾ അതിലൊക്കെ വേരിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളും വേരിയേഷൻസ് കൈകാര്യം ചെയ്തിരിക്കും. ഓക്കെ, അതിനനുസരിച്ചിട്ട് നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പോകേണ്ടത് ആവശ്യമാണ്. അതേമാതിരി തന്നെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻസ് അവരുടെ ഫംഗ്ഷൻസിനോട് ചേർന്ന വിധത്തിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകണം. ഫോറിൻ ട്രേഡ് എഗ്രിമെന്റ്സ് ആൻഡ് റിലേഷൻസ്, എന്തെങ്കിലും എഗ്രിമെന്റുകളൊക്കെ ഉണ്ടാവും അല്ലെ, പരസ്പരം കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാവും. നമുക്കറിയാം രാഷ്ട്ര തലവന്മാര് തന്നെ പല കാര്യങ്ങൾക്കും കരാറുകളിലൊക്കെ ഒപ്പിടുന്നുണ്ട് അല്ലെ. ആ കരാറിൽ ഒപ്പിടുന്നതിന്റെയൊക്കെ സ്വാധീനം നമ്മുടെ ബിസിനസിനെ ബാധിക്കുന്നുണ്ടാവും അല്ലെ. അത് കൃത്യമായിട്ട് തന്നെ ചിലപ്പോൾ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസിനെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ എക്കണോമിക് ആൻഡ് ട്രേഡിംഗ് പോളിസീസ്, സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ട്രേഡിംഗ് നമ്മുടെ ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ അല്ലെ അവിടെ ആ നിയമങ്ങളിലൊക്കെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. ഗ്ലോബൽ കൾച്ചറൽ എൻവയോൺമെന്റ്, സാംസ്കാരികമായിട്ട് എന്തെങ്കിലും അല്ലെ നമ്മുടെ ആഗോളതലത്തിൽ തന്നെ സാംസ്കാരികമായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിലൊക്കെ ഇന്റർനാഷണൽ ലേബർ എഗ്രിമെന്റ്സ്. ഓക്കെ, നമുക്കറിയാം തൊഴിൽ വ്യവസ്ഥകൾ, എന്തെങ്കിലും തൊഴിൽ കരാറുകളിലെ ബന്ധം സൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പുതുക്കേണ്ടതായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ അത് എന്താണ് ആ എഗ്രിമെന്റിന്റെ സാധുത അവസാനിക്കുകയാണെങ്കിൽ ഒക്കെ എല്ലാം നമ്മുടെ ഓർഗനൈസേഷനുമായി റിലേറ്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഈ തരത്തിലുള്ള ബന്ധം നമ്മൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്ത് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷന് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെയാണോ? ഓർത്തു പോയാൽ മതി, ഒരു ബിസിനസ് പറഞ്ഞാൽ ആ ബിസിനസ് ജസ്റ്റ് തൊഴിലുടമ തൊഴിലാളി ബന്ധത്തിനപ്പുറം അല്ലെ നമുക്കറിയാം പലതുമായിട്ട് റിലേറ്റ് ചെയ്ത് പോകും അല്ലെ. നല്ല ഒരു ചെറിയ ഒരു ഇട്ടാവട്ടത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഗ്ലോബലി നമുക്ക് കുറെ കാര്യങ്ങൾ നോക്കണ്ട. ഇമ്പോർട്ട് ചെയ്യുന്നില്ല, എക്സ്പോർട്ട് ചെയ്യുന്നില്ല,
അല്ലെ, അവിടെ നിയമങ്ങളും കരാർ വ്യവസ്ഥകളൊന്നും നമുക്ക് മാനിക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മുടെ ബിസിനസ് അത്തരത്തിലുള്ള ഒരു വലിയൊരു കമ്പനി ഒക്കെ ആണെങ്കിൽ, അതുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ബിസിനസ്സിനെ സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണോ? എല്ലാ ഫാക്ടേഴ്സും ഒന്ന് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നോക്കിയോ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകള്? അടുത്ത ഭാഗത്തേക്ക് പോവാലോ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോകാം. അത് നമുക്ക് നോക്കാനുള്ളത് അപ്രോച്ചസ് ഓഫ് എംപ്ലോയർ റിലേഷൻസ്. എന്താണ് അപ്രോച്ചസ് ഓഫ് എംപ്ലോയർ റിലേഷൻസ് എന്ന് പറയുന്നത്? ഓക്കെ, ഓരോരോ സമീപനങ്ങൾ, ഈ പറഞ്ഞ റിലേഷൻസിന്റെ ഓരോ സമീപനങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കാം, എന്താണ് അപ്രോച്ചസ് ഓഫ് എംപ്ലോയർ റിലേഷൻസിൽ നമുക്കൊരു 6 അപ്രോച്ചസിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട് സൈക്കോളജിക്കൽ അപ്രോച്ച്, ദെൻ സോഷ്യോളജിക്കൽ അപ്രോച്ച്, സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് ആൻഡ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, ഗാന്ധിയൻ അപ്രോച്ച് ആൻഡ് ഡൺലപ്പ് സിസ്റ്റം അപ്രോച്ച്. അതിലെ ഫസ്റ്റ് വൺ പറയുന്നത് സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ്. ഓക്കെ, എന്താണ് സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്? സൈക്കോളജി ലൈക്ക് ഇപ്പൊ ഇൻ കേസ് നമുക്ക് ചെറുതായിട്ട് തന്നെ എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം. നമ്മളൊരു ഓർഗനൈസേഷനിൽ അവിടെ തീർച്ചയായിട്ടും മാനേജ്മെന്റും ഉണ്ട്, യൂണിയനും ഉണ്ട് എന്നൊക്കെ നമ്മൾ ഒരു വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. യൂണിയൻ മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എംപ്ലോയീസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാനേജ്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയറിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ആ ഒരു രീതി, ആ ഒരു കൺസെപ്റ്റില് നിങ്ങളുടെ കൺസെപ്റ്റിൽ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. The psychological approach views the issues of industrial relations as intensely embedded in the attitude and the perception of the key participants. Okay, ഇവിടെ നോക്കാം, 2 പാർട്ടിസിപ്പൻസ് മെയിൻ ആയിട്ട് നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ ധാരണകളുണ്ട് അല്ലെ. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ റിലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഉടമ തൊഴിലാളികളൊക്കെ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്, യൂണിയൻ മാനേജ്മെന്റ് ഒക്കെ ഉണ്ട്. സോ ഇവരുടെ ധാരണകള് മനോഭാവങ്ങള് എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇരുകൂട്ടരും വലിയ കുഴപ്പമില്ലാതെ പോയാൽ മാത്രമാണ് ഇൻഡസ്ട്രിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക അല്ലെ. മാഷൻ ഹാരിസ് സ്റ്റഡീസ് ദ ഇമ്പാക്ട് ഓഫ് എ പെർസെപ്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓൺ ഹിസ് ഓൺ ബിഹേവിയർ. അദ്ദേഹത്തിന്റെ മാഷൻ ഹാരിസിന്റെ അഭിപ്രായത്തില് അദ്ദേഹത്തിന്റെ സ്വന്തം ഇതിന്റെ ആറ്റിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, in this study the behavior of 2 dissimilar groups, that is executive and the union leaders, are analyzed with the help of TAT, thematic apperception test. അതായത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് എക്സിക്യൂട്ടീവ് യൂണിയൻ ലീഡേഴ്സ് അവരെ കുറിച്ചിട്ടാണ് അവിടെ അനലൈസേഷൻ നടത്തിയത്. അതായത് തെമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് അവിടെ നടത്തിയത്. എന്താണ് തെമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? To conduct the test, a photograph of an ordinary middle-aged person was taken as an input. അതായത് അദ്ദേഹത്തിന്റെ ടെസ്റ്റ് അനുസരിച്ചിട്ട് ഒരു യൂത്ത് ആയിട്ടുള്ള ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മാന് അല്ലെ, അവിടെ ഒരു ഫോട്ടോഗ്രാഫ് ആണ് ഒരു ഇൻപുട്ട് ആയിട്ട് എടുത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് എക്സ്പെക്ടഡ് ഫ്രം ബോത്ത് ദ ഗ്രൂപ്പ് ടു ഗിവ് ദർ റേറ്റിംഗ്. അതായത് യൂണിയൻ ലീഡേഴ്സിനും എക്സിക്യൂട്ടീവിനും റേറ്റ് ചെയ്യാൻ, അതായത് അവരവരുടെ മൈൻഡിൽ എന്താണ് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള സങ്കല്പം എന്ന് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോഗ്രാഫ് എടുക്കും. തെമറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആണ് ഇത്, ഈ ഒരു ടെസ്റ്റിന്റെ പേര്. അതായത് 2 വിഭാഗങ്ങളാക്കി തിരിക്കുന്നു, എക്സിക്യൂട്ടീവ് പക്ഷം യൂണിയൻ ലീഡേഴ്സ് പക്ഷം.
ഓക്കെ, ഏഴ് കൂട്ടർക്കും വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിമാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നത്. ദെൻ അവരുടെ റേറ്റിംഗ്, ആ ഫോട്ടോഗ്രാഫിന്റെ റേറ്റിംഗിനെ കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത്. The photographer was rated by the groups in different manner. That is, the union leaders referred to the person in the photograph as a manager, while the group of executive identified it as the union leader in the photograph. Okay, ആ ഫോട്ടോഗ്രാഫിൽ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണകോണാണ്. അതായത് ഒരു ഫോട്ടോഗ്രാഫില് അവരെ വീക്ഷിക്കുന്നത് മാനേജർ പൊസിഷനിലും, മറ്റൊരു ഫോട്ടോഗ്രാഫ് ആണെങ്കിൽ യൂണിയൻ ലീഡേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്ത് പറയുന്നത്. അതായത് വേറെ ഒന്നല്ല, ഒരഭിപ്രായം പങ്കുവയ്ക്കുമ്പോൾ യൂണിയൻ ലീഡേഴ്സ് ഒരഭിപ്രായം കൊണ്ടുവരും, മാനേജ്മെന്റും ഒരഭിപ്രായം കൊണ്ടുവരും. ഓക്കെ, മാനേജ്മെന്റ് പറയുന്ന അഭിപ്രായം യൂണിയൻ ലീഡേഴ്സ് അംഗീകരിക്കില്ല. കാരണം മാനേജ്മെന്റ് കൊണ്ടുവരുന്ന അഭിപ്രായം മോസ്റ്റ്ലി ഫേവറബിൾ ആവുന്നത് തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ധാരണയാണ്. അതേപോലെ തന്നെ യൂണിയൻ ലീഡേഴ്സ് പറയുന്ന അഭിപ്രായവും മാനേജ്മെന്റ് അംഗീകരിക്കാനായിട്ട് മടി കാണിക്കും. കാരണം യൂണിയൻ ലീഡേഴ്സ് കൊണ്ടുവരുന്ന അഭിപ്രായം എംപ്ലോയീസിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഈ ഒരുപോലെ വീക്ഷിക്കാനായിട്ടുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഇരു കൂട്ടരും വ്യത്യസ്ത വീക്ഷണകോണിലായിരിക്കും ഏതൊരു കാര്യവും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും അവിടെ പ്രതികരിക്കുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്. So it was concluded that conflict between management and the labor arises as every group negatively perceive the other one. Okay, അവിടെ പറയുകയാണ് എന്താണ് അവരുടെ സമീപനത്തില്, എംപ്ലോയർ റിലേഷന്റെ സമീപനത്തിൽ പറയുന്നത് യൂണിയൻ എപ്പോഴും എന്താണ് എംപ്ലോയറിന്റെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ, മാനേജ്മെന്റ് എപ്പോഴും തൊഴിലുടമയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറയുള്ളൂ. സോ അവിടെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്താൽ, കോൺഫ്ലിക്ട്സുകൾ ഇല്ലാതെ നമുക്ക് കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷൻ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത് ആരോ സമീപനത്തിലാണ് പറയുന്നത്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് ആണ് പറയുന്നത്. അതായത് മനഃശാസ്ത്രീയപരമായിട്ട് നമുക്കറിയാവുന്നതാണ് യൂണിയൻ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ട് നിലകൊള്ളുള്ളൂ. അപ്പൊ അവര് എന്ത് പറയുമ്പോഴും തൊഴിലുടമയ്ക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു മനോഭാവമാണ്. അപ്പൊ മാനേജ്മെന്റ് ആണെങ്കിലും തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സൈക്കോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് ടാറ്റ് അല്ലെ, THT എന്ന് പറയുന്നത് തെർമറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് ആണ്, ഓർത്ത് വെച്ചേക്കുക. അതായത് ഡിഫറെന്റ് മാനറിലായിരിക്കും ഇരു കൂട്ടരും അവിടെ നിലകൊള്ളുന്നത്. സോ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കണം എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഐഡിയ കിട്ടിയോ? ഒക്കെയാണോ? ഇനി അടുത്തൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്, എൽട്ടൺ മേയറുടെ. ഓക്കെ, എൽട്ടൺ മേയറുടെ അപ്രോച്ചിൽ എന്താ പറയുന്നത്? ഇദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിലുള്ള കാര്യം, മെൽട്ടൺ മേയർ വാസ് ദ ഫൗണ്ടർ ഓഫ് ദ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ദിസ് സ്കൂൾ ഓഫ് തോട്ട് വാസ് later extended by Rothenberg and Whitehead, W.F. White and Homans, who gave a rational view of the characteristics of industrial conflict and harmony. Okay, എൽട്ടൺ മേയർ എന്ന് പറയുന്ന വ്യക്തി അല്ലെ, അദ്ദേഹം ഹ്യൂമൻ റിലേഷൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവിടെ അപ്രോച്ച് സമീപനം എടുത്തിരിക്കുന്നത്. അതായത് ദിസ് അപ്രോച്ച് എംഫസിസ് ഓൺ ദോസ് പോളിസീസ് ആൻഡ് മെത്തേഡ്സ് that can be implemented to improve the workers, employees, self-esteem, competence and job satisfaction. ഓക്കെ, അതായത് എന്തെങ്കിലും നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൊഴിലാളികളുടെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി, അതായത് പോലെ തന്നെ തൊഴിലാളികളുടെ കഴിവ്, ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പോളിസീസും മെത്തേഡ്സുകളാണ് കൂടുതലായിട്ടും അവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരേണ്ടത്. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ ആ ഓർഗനൈസേഷൻ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം എന്നുള്ള കൺസിഡറേഷനിലായിരിക്കണം പോളിസികളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതെന്ന് പറഞ്ഞു. ഇവിടെ അദ്ദേഹത്തിന്റെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെ കാര്യത്തിൽ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും പോളിസികൾ നമ്മുടെ ബിസിനസ് ഫോമിൽ എന്തെങ്കിലും പോളിസികളൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും തൊഴിലാളികളുടെ അല്ലെ, this approach emphasis on those policies and methods that can implemented to improve the workers, like workers or employees, അവിടെ ഉള്ള ജീവനക്കാരുടെ എന്തൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്? അവരുടെ ആത്മവിശ്വാസം, അവരുടെ കഴിവുകൾ, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സംതൃപ്തി, ഇതെല്ലാം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്.
It also helps to maintain peaceful relations between labor and management. അങ്ങനെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു പോളിസികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനേജ്മെന്റും ലേബറൊക്കെ തമ്മിൽ നല്ല സമാധാനമായിട്ടുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുമെന്നുണ്ട്. ശരിയാണ് അല്ലെ? എംപ്ലോയീസിന് ഫേവറബിൾ ആയിട്ടുള്ള പോളിസികളൊക്കെ കൊണ്ടുവന്നാൽ എംപ്ലോയീസ് ഹാപ്പി ആയിരിക്കും അല്ലെ? അവരുടെ കഴിവൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം, ട്രെയിനിങ് ഒക്കെ കൊണ്ടുവരാം, പിന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അങ്ങനെ വരുമ്പോൾ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. അങ്ങനെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോയാൽ എന്താ പ്രത്യേകത? നമുക്കറിയാം, ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാനൊക്കെ അവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. ശരിയല്ലേ? ആണോ? റെസ്പോണ്ട് ചെയ്യുന്നവരെ എണ്ണം കുറഞ്ഞു തുടങ്ങിയല്ലോ. റെഡിയായി തുടങ്ങിയോ? ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. അപ്പൊ നമ്മൾ രണ്ട് അപ്രോച്ച് ഇപ്പൊ കഴിഞ്ഞു. ഫസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ട് വീക്ക്പോയിന്റ്സിലായിരിക്കും തൊഴിലുടമയും തൊഴിലാളികളും അല്ലെങ്കിൽ മാനേജ്മെന്റും യൂണിയനുകളൊക്കെ രണ്ട് വീക്ഷണകോണുകളിലായിരിക്കും എന്നത് ഓർത്ത് വെച്ചിട്ടായിരിക്കണം അവിടെ റിലേഷൻഷിപ്പ് ഒരു പോളിസികളൊക്കെ കൊണ്ടുവരാൻ നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അപ്രോച്ച് എന്താ പറയുന്നത്? ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ആരാണ് ഡെവലപ്പ് ചെയ്ത് കൗണ്ടർ ചെയ്തത്? ഓക്കെ, എൽട്ടൺ മേയോ ആണ്. മറ്റേ സ്കൂളിൽ നിന്നല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എൽട്ടൺ മേയോ ആണ് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഈ അപ്രോച്ചിൽ എന്താ പറയുന്നത്? പോളിസികൾ, മെത്തേഡ്സ് അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്ത് കാര്യത്തിന് ഇംപ്രൂവ്മെന്റ് വരുത്തിയിട്ട് വേണമെന്നാ പറയുന്നത്? ജോബ് സാറ്റിസ്ഫാക്ഷൻ, കോമ്പറ്റൻസ്, സെൽഫ് എസ്റ്റീം ഓഫ് എംപ്ലോയീസ് ഓർ വർക്കേഴ്സിന്റെ ഇംപ്രൂവ്മെന്റ് അല്ലെ, അത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം കോംപ്ലക്സുകളും നമ്മുടെ തർക്കങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അപ്രോച്ച് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എല്ലാരും നോട്ട് ചെയ്ത് പോകുന്നില്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.